Hi all, welcome to Gardening Guide. ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മഴയുള്ള സമയമായതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചെടികളെല്ലാതും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മാക്സിമം പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്ലാന്റ്സ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻ്റെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്നത്? ഇതിൻ്റെ ലീഫിന് ഒരു ഹേർട്ട് ഷേപ്പിലുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പം ഈ ബ്ലാക്ക് പോട്ടിലിരിക്കുന്ന എൻ്റെ പ്ലാന്റ്സ് ഓൾറെഡി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഹാങ്ങിങ് പോട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹാങ്ങിങ് പോട്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ചട്ടിയിൽ ഉണ്ടായിരുന്ന ഈ പ്ലാന്റ്സ് എല്ലാതും പറിച്ചെടുത്തിട്ട് ഈ പോട്ടിലേക്ക് വെക്കാൻ പോവാണ്. അപ്പം ഈ ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ താഴത്തേക്ക് വരുന്ന കട്ടിങ്സ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേര് വരും. അപ്പം ഞാനിത് ഈ പ്ലാന്റ് ഈ ബ്ലാക്ക് പോട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോരം വേരുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കത് പറിക്കുമ്പോൾ നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് ഇവിടെ പോട്ടി മിക്സ് ഞാൻ എടുക്കാറുള്ളതെന്ന് പറയാം. അപ്പോൾ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിനും ഞാൻ എടുക്കാറുള്ള ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് കൊക്കോപീറ്റ് എടുക്കും. അത് കൂടാതെ മണ്ണ്, ഗാർഡൻ സോയിൽ എടുക്കും. പിന്നെ നമ്മുടെ മേൽമണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരൽ മണ്ണ് എന്നൊക്കെ പറയില്ലേ, മണൽ അല്ലെങ്കിൽ ചരൽ മണ്ണ്, ഇതും എടുക്കും. പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു കമ്പോസ്റ്റോ ഏതെങ്കിലും ഒരു ജൈവവളോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അതാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് പറിച്ച് നോക്കാം. പറിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേര് വന്നു നോക്കാം. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതിന് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, കട്ടിങ്സ് വെച്ചിട്ട് 2 വീക്സ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് പതുക്കനെ ഇതിലേക്ക് നട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എല്ലാ കട്ടിങ്സും നമ്മളിതിൽ നട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം, എല്ലാം നമ്മുടെ കട്ടിങ്സും ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ കുറച്ച് മണ്ണ് കൂടി വിതറി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലായിട്ട് ടച്ച് ചെയ്ത ഭാഗത്തിലെല്ലാതും ഇതിന് വേര് വന്നിട്ട് പുതിയ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ താഴത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെ കട്ടിങ്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ഈ ചെടി പിടിച്ച് അങ്ങനെ ഒരുപാട് തിക്കായിട്ട് വളരില്ല. അപ്പോൾ നമ്മുടെ കട്ടിങ്സ് എല്ലാതും ഈ പാത്രത്തിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ നട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി വിതറി കൊടുക്കുന്ന രീതിയിലാണ് എല്ലാതരം ഹാങ്ങിങ് പ്ലാന്റ്സും നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി നന്നായി നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നനയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നട്ടിട്ട് നമ്മൾ എന്നും നനച്ച് കൊടുക്കണം. പിന്നെ മഴയത്ത് വെക്കാതിരിക്കലാണ് നല്ലത്. ഇങ്ങനെ ഒന്ന് നന്നായി പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ മഴയത്തേക്ക് മാറ്റി വെച്ചതായിട്ട് മതിയാവും. അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടി നോക്കാം. അപ്പം ഈ പ്ലാന്റിൻ്റെ പേര് പെഡിലാന്തസ് കേളി പിങ്ക് എന്നാണ്. അപ്പം കേളി പിങ്ക് എന്ന പേര് വരാനുള്ളൊരു കാരണം, ഈ ചെടി നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഒരു പിങ്ക് ഷെയ്ഡായിട്ടുള്ള ഒരു കളറായിട്ട് മാറും. അപ്പം എൻ്റെ ഈ പ്ലാന്റ് വെയിലത്തല്ല ഇരിക്കുന്ന ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് ഇത് നല്ല ഗ്രീനിഷ് കളറാണ്. നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഗ്രഭാഗങ്ങളൊക്കെ, ഇലകളുടെ തളിരുകളൊക്കെ ഒരു പിങ്ക് കളറായിട്ട് മാറും. അതാണ് അതിനെ പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ ചെടിയും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഞാൻ കൊണ്ടുവച്ചതാണ്. എന്നിട്ടാണ് ഇത്രയും ലഷായിട്ട് വളർന്നത്. അപ്പം ഇത് നമുക്കൊരു ചെറിയ ഒരു കട്ടിങ്സ് എടുത്തിട്ട് മണ്ണിൽ നട്ട് കൊടുക്കാം.
ഇത് പീലിയ ഡിപ്രസ എന്ന് പറയുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും ഞാൻ ഈ ചെറിയൊരു പോട്ടിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ടാങ്കിൾ ഹേർട്ട് ആയാലും അതുപോലെ തന്നെ ഈ പീലിയ ഡിപ്രസ ആയാലും നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വേര് വരും. അപ്പോൾ വെള്ളത്തിൽ കൂടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ വെച്ചാലും എളുപ്പം പിടിക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പിന്നെ മണ്ണിലെടുത്ത് വെക്കേണ്ട കാര്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് മണ്ണിൽ വെച്ചാലും ഇത് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി കട്ടിങ്സൊക്കെ എടുത്തിട്ട് മാറ്റി നടാം. ഇതിനും നല്ല രീതിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട്. ഇതും 2 വീക്സ് ആയിട്ടുള്ളൂ വെച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ കുറേ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാതും ഈ ഒരു പോട്ടിൽ നിന്ന് പറിച്ചെടുത്തു. ഇനി നമുക്ക് മാറ്റി നടാം. അപ്പം എല്ലാ കട്ടിങ്സും ഇതുപോലെ തന്നെ ഞാൻ നട്ട് കൊടുത്തു. അപ്പം മുന്നേ പറഞ്ഞ പോലെ ഇതും ഞാൻ കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ മണ്ണിൽ വരുന്ന ആ പോർഷൻസ് ഒക്കെ നന്നായി കിളിർത്ത് വരും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം. ഇത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും, ടർട്ടിൽ വൈൻ. അപ്പം ഇത് നല്ല ലക്ഷായിട്ട് താഴത്തേക്ക് വളർന്നു വന്നതാണ്. അപ്പം ഞാനത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടിയിലേക്ക് വളർന്നതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ കുറേ പാത്രത്തിലാക്കിയിട്ട് ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലും ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമ്മളങ്ങനെ കുഴിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചുമ്മാ മണ്ണെടുത്തിട്ട് പോട്ടി മിക്സർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ കുഴിച്ചിടൊന്നും വേണ്ട. ചെറുതായിട്ട് ആ കട്ടിങ്സ് എല്ലാം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലായിട്ട് മതിയാവും. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ കുറച്ചും കൂടി മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ പുതിയ നാമ്പുകളൊക്കെ കിളിർത്ത് വരും. ഇതിനും നമ്മളെന്നും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് നല്ല ഗ്രോത്ത് വരുന്ന വരെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ മഴയത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ട് പുതിയ ഗ്രോത്തൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മഴയത്ത് വെക്കാം. അല്ലാണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് മഴയത്ത് അങ്ങനെ വെക്കണോണ്ട് എനിക്ക് കുറച്ച് താല്പര്യമില്ല. കാരണം എൻ്റെ കുറച്ച് ഈ ടർട്ടിൽ വൈൻ അങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇതുപോലെ തന്നെ മണ്ണിട്ടിട്ട് ഞാൻ മഴയത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഈ മണ്ണിൻ്റെ കൂടെ വെള്ളമൊക്കെ ആയിട്ട് അതങ്ങനെ ചീഞ്ഞു പോയി. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ആണ് നമ്മുടെ ഹെമിഗ്രാഫിസ് എക്സോട്ടിക്ക എന്ന് പറയുന്ന പ്ലാന്റ്. ഇതൊരു നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയും നമുക്ക് കട്ടിങ്സ് എടുക്കാം. എല്ലാത്തിൻ്റെയും കട്ടിങ്സ് തന്നെയാണ് എടുത്ത് വെക്കുന്നത്. എല്ലാത്തിൻ്റെയും മെത്തേഡും ഒരുപോലെ തന്നെയാണ് നടേണ്ടത്. അപ്പം ഇനിയുള്ള ചെടികളുടെ ഒന്നും എങ്ങനെയാണ് നടന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. കാരണം അത് ഭയങ്കര ബോറായിരിക്കുമല്ലോ എല്ലാത്തിൻ്റെയും ഇതുപോലെ തന്നെ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ എല്ലാ ചെടികളുടെയും കാണിച്ചു തരാം. അപ്പം ഇതും ചട്ടിയിലാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. ഇത് കലേസിയ റെപ്പൻസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അതായത് ഒരു ടർട്ടിൽ വൈൻ വിഭാഗത്തിൽ വിടുന്ന അതേ സെയിം പ്ലാന്റ് തന്നെയാണിത്. പക്ഷെ അത്ര മറ്റേ ടർട്ടിൽ വൈൻ്റെ പോലെ അത്ര ഗ്രീനിഷ് അല്ല. ഇതിൻ്റെ ഇലകളുടെ അടിയിൽ വന്നിട്ട് ഒരു പർപ്പിൾ കളറും മുകളിൽ ഒരു ഗ്രീനിഷ് കളറും എന്നുള്ളൊരു കോമ്പിനേഷനാണ് ഇതിന് വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട കാരണം കൊണ്ട് അതിൻ്റെ ഓരോ മണ്ണിലും മുട്ടി നിൽക്കുന്ന ഭാഗത്തുനിന്നും ചെറിയ ചെറിയ നാമ്പുകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പം ഇത് നന്നായി തിക്കായിട്ട് ഇതിലിപ്പോൾ ഒരു 5 or 6 കട്ടിങ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നട്ടത് കൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് നെക്സ്റ്റ് പ്ലാന്റ്. ഇതിൻ്റെ നെയിം ക്രീപ്പിംഗ് ചാർലി അല്ലെങ്കിൽ പീലിയ ന്യൂമുലാറിഫോളിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണിത്. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ആകെ ഒരു 3-4 വീക്ക് ആയിട്ടുള്ളൂ. അതും നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതും നല്ല രീതിയിൽ ലഷായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേഗത്തിൽ തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പോത്തോസ് ആണ്, മണി പ്ലാന്റ്. അതിൽ ഗോൾഡൻ പോത്തോസിൻ്റെ ഒരു കട്ടിങ്സ് ആണിത്. ഇതിൽ ഞാൻ നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 5 കട്ടിങ് അതിൻ്റെ ആ ചട്ടിക്ക് ചുറ്റുമായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ തണ്ടുകൾ മുറിച്ചെടുക്കുക, ചട്ടിയിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ.
അതുകൊണ്ടാണ് ആ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇത് ബിഗോണിയയുടെ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഞാൻ മുന്നേ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പോട്ടിലാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഏതാണ്ട് ഒരു മാസത്തോളം ആയി. ഇപ്പം നമുക്ക് കാണാം നല്ല ലഷായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ വീഡിയോയിൽ ഇതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലല്ലാതെ ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ വേറെ എൻ്റെ കയ്യിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അത് ഞാൻ പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ടൂറായിട്ട് ഇടാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.